നില ഒരുക്കി വിത്ത് പറിച്ചു. അപ്പോൾ അത് അന്ന് കാളകളാണ്. കാള തന്നെ മൂരി കാളകളിപ്പം നിങ്ങളെ കൂട്ടത്തിലുള്ള ആളുകളൊക്കെ ചിത്രത്തിലേ കണ്ടിട്ടുണ്ടാവും. കണ്ടാൽ ശിക്ഷയാവും ആ മണ്ണില്ല. അപ്പോൾ അത് മഴ പെയ്തെങ്കിൽ അത് മഴ പെയ്യുന്നത് വരെ നമ്മൾ കടന്നോളും. നമ്മൾ കുടിച്ചിട്ട് വെച്ചൊരു സാധനം കേടാതെ. അപ്പൊ ഈ പക്ഷികളൊക്കെ അത് തിന്നൂലേ? മണ്ണിൽ അത് ഇട്ടതിന് ശേഷമാണോ കട്ടുടക്കുക? ആദ്യം എല്ലാം കട്ടോടെ പറയുന്ന ഒരു സാധനം. അത് പല പേരുണ്ട്. കട്ടയൊക്കെ ഉണ്ട്, കട്ടയുണ്ട്, അതിന് പല സംഗതികളുണ്ട്. പുല്ല് പറിക്കുന്നതിന് ചില സാധനമുണ്ട്, ഊർച്ചാന്ന് പറയും. അതൊക്കെ ഇട്ടിട്ട് മൂലികളെ തെളിച്ചിട്ട് അങ്ങനെ പല സംവിധാനങ്ങളുണ്ട്. അത് നിന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല, കണ്ടെങ്കിലേ മനസ്സിലാവും. അപ്പോൾ അതുപോലെ ചെയ്തത് അങ്ങനെ. ഇനിയിപ്പോൾ ഈ വിത്ത് മുളപ്പിച്ചിടുന്നത് നല്ല തണുപ്പുള്ള പ്രദേശത്തെ പറ്റും. അത് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് മുളയ്ക്കണം. അതല്ലാതെ വിത്ത് മുളപ്പിച്ച് ചളിയിൽ വധിക്കുന്നൊരു സമ്പ്രദായം, അതായത് ഞാറ്റടിയായിട്ട്. അത് കൂടാതെ സൂക്ഷിക്കുന്നൊരു കാലം ഉണ്ടായിരുന്നു മാഷെ. അതെ, ചക്കക്കുരു. നമ്മളൊക്കെ എന്താ ചെയ്യാൻ വെച്ചാൽ വീട്ടിൽ പശു മൂരികളുള്ളതുകൊണ്ട് പുല്ലിടുന്ന സ്ഥലം ഭയങ്കര കുഴി. ഈ ചക്കക്കുരു ഉണക്കിയ കുഴിയില്ല, നല്ലോണം മണ്ണിട്ട് മൂടിക്കണം. ഉണക്കിയതിന് ശേഷം എന്നിട്ട് നമ്മൾ ആവശ്യത്തിൽ മാന്തം എടുക്കുക. ഒരു മധുരം ഉണ്ടാവും. അപ്പോൾ നല്ല മധുരം കൂടുതലല്ലേ? അതെ, അതിന് മധുരം കൂടുതലാണ്. അത് നമ്മൾ വറുത്തിടിക്കുന്നുണ്ടാവും. അതെ, അല്ലെങ്കിൽ കട്ടൻ ചായയും വേറെ ഒന്നുമില്ല. കട്ടൻ ചായക്ക് വെള്ളം ഉണ്ടാവില്ല. വെള്ളത്തിന് തന്നെ അടിയാന്ന് ഇപ്പൊ നേരത്തെ പറഞ്ഞിട്ട് പുട്ടാക്കി കഴിക്കും. എന്താ ടേസ്റ്റ്. ഇന്ന് പക്ഷെ ചക്കക്കുരു പായസം അതൊക്കെ വലിയ പാക്കറ്റുകളിലൊക്കെ പായി. ചക്കേന്റെ ഒരു സാധനവും നശിപ്പിക്കേണ്ടയില്ല. ഞാനൊരു ബുക്കിൽ വായിച്ചതാണ്. ചക്കേന്റെ എല്ലാ സാധനവും വിളഞ്ഞിട്ട് കന്മശയായിട്ട്. കരുള് പല്ല് തേക്കുന്ന പൊടി. ഏറ്റവും മേലുള്ള മുള്ള് അത് ഉണക്കി പൊടിച്ച് പല്ല് തേക്കാനുള്ള പൊടി. അതിന്റെ കൂഞ്ഞി കറിവെക്കാം. ഇങ്ങനെ സങ്കടം. അങ്ങനെ ഈ മകന്റെ ഭാര്യന്റെ അമ്മ ഒരു ദിവസം വീട്ടിൽ വന്നു. അപ്പോൾ കിട്ടിയിട്ടാണ് വന്നത്. അപ്പോൾ അന്നേരം താമസിച്ച് പിറ്റേന്ന് പോകാൻ നേരത്തെ കേൾപ്പെട്ട ഞാൻ പോവാം. അപ്പോൾ കേൾപ്പെട്ട ആയിക്കോട്ടെ ഇന്നലെ കൊണ്ടുവന്ന സാധനം പെണ്ണുങ്ങൾ ബ്രഹ്മ എന്നാ പറയണ്ടേ, ജനിച്ചു പോയി. ചേരും ഒന്നും മിണ്ടുന്നില്ല. നേരെ കേൾപ്പട്ടം ചോദിച്ചു, എന്താ എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. നിങ്ങളെ മകൾ ഇന്നലെ എന്നോട് ഇങ്ങനെ പറയും, ഈ അപ്പം ഉണ്ടാക്കി എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ മാക്ക് പറഞ്ഞു കൊടുത്തേക്ക്. അയാൾ കൊണ്ടുവന്ന് കലത്തപ്പ. അപ്പം ഈ അരി കൊണ്ടാണ് ഈ കലത്തപ്പ ഉണ്ടാക്കിയത്. ഇങ്ങനെയാണ് ഇട്ടിങ്ങനെ ഞാൻ പോറ്റിയെടുത്തത്. അപ്പോൾ ഓക്കിതെന്താണെന്ന് தெரிஞ்சிല്ല. അവൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങളും ഞാൻ പറഞ്ഞത് അതാണ്. നിങ്ങൾക്ക് അരി കിട്ടുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട് അല്ലേ? ഇതെങ്ങനെ വന്ന് ഇപ്പം ചക്കക്കുരുന്നോ അല്ലെങ്കിൽ തേങ്ങാക്കുരുന്നോ ഇടുന്ന അരി കിട്ടിയത് നമുക്ക് അറിയാലോ. അപ്പം ഇത് നിങ്ങൾ പഠിക്കാൻ വേണ്ട. ഇതെൻ്റെ അനുഭവത്തിൽ എപ്പോൾ ഉണ്ടാകുന്നൊരു ഓർമ്മ. ഇത് ഇടന്നാ കിട്ടി. നെല്ലെങ്ങനെ ഉണ്ടായി, നെല്ലിനി എങ്ങനെ ഉണ്ടാക്കണം, അത് നമുക്ക് അറിയാത്തോണ്ടാണ് നമ്മളിങ്ങനെ വേസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ കൃഷി ചെയ്താണ് നിങ്ങൾ വേസ്റ്റ് ചെയ്യോ? നമ്മൾ ഉണ്ടാക്കിയൊരു സാധനം നമുക്ക് നശിപ്പിക്കാൻ ഒരിക്കലും തോന്നത്തില്ല. അത് നമ്മൾ ഉണ്ടാക്കാത്തതുകൊണ്ടോ? അതെ, നമ്മളതിന്റെ വിഷമം അറിയുന്നില്ല. നമുക്ക് വിഷമം തോന്നണ്ടേ? അതെ, നമ്മളൊന്നും അറിയുന്നില്ല. ഇന്നിപ്പോൾ നിങ്ങൾക്ക് വരുമ്പോൾ എനിക്ക് സ്കൂളിൽ പോകാൻ 10 രൂപ അല്ലെ 100 രൂപ, എന്നാലും 100 തന്നെ തരും അല്ലേ? അതെ, 50 പോരാൻ ചോദിക്കില്ലല്ലോ. ആ അവസ്ഥ. അതിനുശേഷം നമ്മൾ ഇതൊക്കെ മിതിച്ച് പൊലിക്കുക എന്ന് പറയും. ഇത് കൂന കൂട്ടി കയറിപ്പാറ്റി കൂന കൂട്ടി വെച്ചാൽ ഉടമസ്ഥനും കാര്യസ്ഥനും ഇത് അളക്കാൻ പറ്റും. ഇത് അളന്ന് കൊടുക്കണ്ടേ, പ്രവർത്തനം കൂലി കൊടുക്കണമല്ലോ അളന്ന്. അപ്പോൾ എൻ്റെ 2 കൈ കൊണ്ടിങ്ങനെ വാരി, 2 കൈ കൊണ്ടിങ്ങനെ വാരിയിട്ട് വേറൊരാൾ കാര്യസ്ഥനൊപ്പരുണ്ടാവും മുറത്തിന്. അത് കൊടുക്കുന്നതിന് മുമ്പായി അത് അവർക്ക് ഉടമസ്ഥന് സ്വന്തമാണ് പിടിക്കണം. കോലെടുത്തടിച്ചിട്ട് നെല്ലിൻ്റെ മണി എടുക്കണം. അതെ, നെല്ലിൻ്റെ മണി എടുത്തു കഴിഞ്ഞാൽ അതും കൊടുക്കണം. ആർക്കും നമ്മൾ അടിച്ചെടുക്കുന്നതാണ്. അതെ, ഉടമസ്ഥന്. അതിൻ്റെ അത്ര ഉടമസ്ഥനും കിട്ടും. അതുമാത്രമല്ല, ഈ പുല്ല് ചിക്കി ഉണക്കി കെട്ടി ഇടത്തണം. വീട്ടിൽ ചവിട്ടി 2 കാല് കൊണ്ട് ചവിട്ടി ഒരു പുല്ലുണ്ടാവും വട്ടത്തിൽ. ആ കുഴി വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ ചളിയും എടുത്ത് മാറ്റി റോഡിലേക്ക്
അതല്ല അതാണ് അത് പറഞ്ഞാൽ ഇപ്പം മനസ്സിലാകില്ല. ഇപ്പം നിങ്ങൾ പോയി കുത്തി വാരുന്നതും മുങ്ങിയെടുക്കുന്നതിലും കണ്ടിട്ടില്ല. അതുപോലെ പണ്ട് എന്തിനാന്ന് അറിയില്ലേ മക്കളെ, മഴക്കാലത്ത് വെള്ളം ഇതിലൂടെ ഒഴുകി വരിക. ഇതൊക്കെ പാടം, മനസ്സിലായോ? അപ്പൊ ഈ പാടത്തേക്ക് വെള്ളം കയറിയ ഈ എന്ത് ചെയ്യും, ഇത് മുഴുവൻ വെള്ളത്തിനടിയിലാവും. അപ്പൊ എന്ത് വേണം, ഈ വെള്ളത്തെ ഈ എള്ളോരന്തരി പൊന്നന്തിനാത്തനി തഞ്ചാവൂര് പട്ടന്തിന അങ്കന്തളിയന് പട്ടു തിളങ്ങണ തഞ്ചന്തിനക്കാടി കണ്ടു കൊതിച്ചവർ ചെണ്ടും കൊണ്ടെന്നേ പണ്ടേ പണ്ടേ കറക്കാടി വണ്ടുപോലെ മറക്കാടി കല്ലുമാലക്കാതിൽ കമ്മലില്ലേലോ ആരാരും കണ്ണു വെച്ചു പോകും കണ്ണിക്കതിരാണേ.